തെളിവുകൾ നശിപ്പിച്ച് ലോകത്തെ കബളിപ്പിച്ച് വ്യവസ്ഥിതിയെയും അധികാരികളെയും അവരുടെ അഹന്തയെയും മുൻവിധിയെയും തകർത്തെറിഞ്ഞ് ഒരു ക്രൈം ഒളിപ്പിക്കുന്ന നായകൻ. സാധാരണക്കാരനായ മായാജാലങ്ങളോ അധികാരമോ വിദ്യാഭ്യാസമോ കയ്യിലില്ലാത്ത ബുദ്ധി കൊണ്ട് വിജയിച്ച് മുന്നേറുന്ന നായകൻ ഭാഷയ്ക്കും ദേശത്തിനും അപ്പുറം സക്സസ് ഫോർമുലയാണ്. റൂട്ടഡായി മലയാളിയുടെ മണ്ണിനോട് ചേർന്ന് തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ കുടുംബനാഥൻ ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്നത് ലോജിക്കുകൾക്കും ശരികൾക്കും അപ്പുറത്തേക്ക് മലയാളിയുടെ വികാരങ്ങളിൽ ചെന്ന് തൊട്ടപ്പോൾ ജനിച്ചത് മലയാള സിനിമയുടെ ആദ്യ 50 കോടി ചിത്രമാണ്. ഇന്ത്യക്ക് പുറമേക്ക് കൂടെ 9ഓളം ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ട മലയാളത്തിന്റെ ഒറിജിനൽ രണ്ടാം ഭാഗം ഉണ്ടാകുമോ എന്ന സംശയത്തിൽ നിന്ന് മൂന്നാം ഭാഗം ഉണ്ടാകുമെന്ന ഉറപ്പിലേക്ക്, അതിന്റെ കാത്തിരിപ്പിലേക്ക് ഉയർന്നിരിക്കുന്നു. ഒരു സാധാരണ കുടുംബ ചിത്രം എന്ന പേരിൽ മാത്രം മാർക്കറ്റ് ചെയ്ത് തിയേറ്ററിൽ എത്തിയവരെ ഞെട്ടിച്ച വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയിൽ അന്നത്തെ ഇൻഡസ്ട്രി ഹിറ്റായ ആദ്യ ഭാഗം 150 ദിവസം തിയേറ്ററിലോടി. രണ്ടാം ഭാഗം മലയാളിയുടെ മാത്രമല്ല ലോക സിനിമ മുഴുവനും ഉറ്റുനോക്കി പ്രതീക്ഷയുടെ അമിതഭാരം ഏന്തിയാണ് കോവിഡ് കാലത്ത് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നത്. മലയാളത്തിന്റെ ആദ്യ OTT ചിത്രങ്ങളിൽ ഒന്നുകൂടെ ദൃശ്യം 2 ട്രെൻഡിങ്ങിലായി. മറ്റ് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു. മലയാളത്തിലെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് സീക്വലുകളിൽ ഒന്നായി എന്തുകൊണ്ട് ദൃശ്യം 3-ാം ഭാഗം നിലനിൽക്കുന്നു? എന്താണ് സിനിമാ വ്യവസായവും പ്രേക്ഷകരും ഉറ്റുനോക്കുന്ന ആ ദൃശ്യം മാജിക്? മോഹൻലാൽ കോമൺ മാൻ ആയാൽ കോമൺ മാൻ തിയേറ്ററിലെത്തും. മിഥുനവും കിരീടവും നൽകിയ സേതുമാധവന്മാരും ബാലഗോപാലനും ദാസനും സുധിയും എല്ലാം എന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവർ, റിപ്പീറ്റ് വാച്ച് ഉറപ്പ് നൽകുന്നവർ. മുറ്റത്ത് പോലീസ് എത്തുമ്പോഴേക്കും ഓടി ഉമ്മർത്തെത്തുന്ന ജോർജ് കുട്ടിയെ മലയാളി അറിയും. ആ ക്യാറ്റ് ആൻഡ് മൗസ് പ്ലേയിൽ ജോർജ് കുട്ടി നായകനാകുന്നതും സിസ്റ്റം വില്ലനാകുന്നതും വയലേറ്റ് ചെയ്യപ്പെട്ട തന്റെ മകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന മലയാളിക്ക് താനല്ലേ എന്ന് തോന്നുന്ന മോഹൻലാൽ കാരണമാണ്. മൈനറായ ഒരു പെൺകുട്ടിയുടെ നഗ്നചിത്രം അവൾ അറിയാതെ പരസ്യപ്പെടുത്തിയാൽ അത് പരസ്യപ്പെടുത്തുന്നതാണ് തെറ്റെന്നും അവനെയാണ് ക്രൂശിക്കേണ്ടതെന്നും സമൂഹം വിചാരിക്കാത്തിടത്തോളം കാലം ജോർജ് കുട്ടി തന്റെ കുടുംബത്തിന് വേണ്ടി ഈ നെട്ടോട്ടം ഓടേണ്ടി വരും. ആ ഓട്ടം സിനിമാ വ്യവസായത്തിന് വിജയവുമാകും. സീസണുകൾ നീളുന്ന സീരീസ് ആക്കാൻ പോലും ഇവിടെ സ്കോപ്പ് ഉണ്ട്. ദൃശ്യം ആദ്യ ഭാഗം കഴിഞ്ഞു വന്ന ഫാൻ തിയറികളെല്ലാം പൊളിച്ചെറിഞ്ഞുകൊണ്ടാണ് രണ്ടാം ഭാഗം ജീത്തു ജോസഫ് കൊണ്ടുവരുന്നത്. പ്രേക്ഷകർ പ്രവചിച്ച ഒരു തരത്തിലുമല്ലാതെ പുതിയ കഥാപാത്രങ്ങളും പുതിയ പ്ലോട്ടുകളും രണ്ടാം ഭാഗത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ 3-ാം ഭാഗത്തെക്കുറിച്ച് വരുന്ന ഫാൻ തിയറികളിൽ പ്രധാനപ്പെട്ടത് മറ്റ് ജീത്തു ജോസഫ് യൂണിവേഴ്സുകളുമായുള്ള കൊളിഷനാണ്. ആസിഫ് അലി നായകനായ കൂമനാണ് ഈ തിയറികളിൽ പോപ്പുലർ. ക്ലെപ്റ്റോമാനിയക്കായ CPO ഗിരിശങ്കർ ജോർജ് കുട്ടിക്കടുക്കൽ എത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന പ്ലോട്ട് ട്വിസ്റ്റുകളും സാധ്യതകളും അനേകം. തുടർ പരാജയങ്ങളിൽ നിന്ന് തുടർ വിജയപാതയിൽ എത്തി നിൽക്കുന്ന മോഹൻലാൽ ആസിഫ് അലി കോമ്പിനേഷൻ സ്ക്രീനിൽ എത്തുകയാണെങ്കിൽ അത് പ്രേക്ഷകർക്ക് ട്രീറ്റ് ആയിരിക്കും. ഫാൻ തിയറികൾക്ക് അന്ത്യം വരുത്താൻ എന്തായാലും 3-ാം ഭാഗം വരും. മലയാളി മാത്രമല്ല ലോക സിനിമ തന്നെ കാത്തിരിക്കുന്ന ഈ ഫ്രാഞ്ചൈസി ഇനിയും നീളുമോ? ഇനിയും കഥാപാത്രങ്ങളും സാധ്യതകളും ഉരുത്തിരിഞ്ഞു വരുമോ എന്നതും കാത്തിരുന്ന് കാണാം.